വിവാദത്തിന് പിന്നാലെ കണ്ണൂർ കോർപ്പറേഷനിലും സത്യപ്രതിജ്ഞാ വിവാദം. അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 19 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന് ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ പരാതിയിൽ ആവശ്യപ്പെട്ടു. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ടി ജമാൽ എന്ന ഞാൻ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കണ്ണൂർ കോർപ്പറേഷനിലെ മുഴുവൻ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യണമെന്നാണ് ബിജെപിയുടെ ആവശ്യം. അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമപരമല്ലെന്ന് പരാതിയിൽ പറയുന്നു. കൗൺസിലർമാരിലെ മുതിർന്ന അംഗം ടി ജമാലാണ് മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത്. ടി ജമാൽ വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് മുൻപാകെ അല്ലാഹുവിന്റെ നാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് നിയമപരമല്ലാത്തതിനാൽ പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്തവരാരും നിയമപരമായല്ല ചുമതലയേറ്റതെന്നാണ് ബിജെപി വാദം. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിധി ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയത്. മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും SDPIയുടെയും കൗൺസിലർമാരായ 19 പേരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം കണ്ണൂർ കോർപ്പറേഷനിലെ 4 BJP കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവങ്ങളുടെ പേരിലായിരുന്നു. പള്ളിക്കുന്ന് മൂകാംബികയുടെ പേരിലും തലാപ്പ് സുന്ദരേശ്വരന്റെ പേരിലും സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.